ഹലോ പ്രിയ പ്രേക്ഷകരെ, 2024 കഴിഞ്ഞു. 2025 വന്ന ഉടനെ ചെറിയ ചില മാറ്റങ്ങൾ, അതായത് 2024 എൻഡിങ്ങിൽ തന്നെ യൂട്യൂബ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നപ്പോൾ ചില ചെറിയ മാറ്റങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു. അതായത് ചില ഓപ്ഷനുകൾ കാണാതാവുകയും ചില ഓപ്ഷനുകൾ പുതിയത് വരികയൊക്കെ ചെയ്ത്, അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ ഓപ്ഷനുകളും കൂട്ടിയിട്ടുള്ള ഒരു വൈറ്റി സ്റ്റുഡിയോ വഴി വീഡിയോസ് എങ്ങനെ അപ്ലോഡ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നുള്ള വീഡിയോ. മാന്യ പ്രേക്ഷകർക്ക് എല്ലാവർക്കും യൂട്യൂബ് സൊല്യൂഷൻ എന്ന എൻ്റെ ഈ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പ്രധാനമായും 2 വഴികളിലൂടെ നമുക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. ഒന്ന് യൂട്യൂബ് വഴി, ഇനിയൊന്ന് വൈറ്റി സ്റ്റുഡിയോ വഴി. അപ്പോൾ ഞാനിതിൽ യൂട്യൂബ് വഴിയും വൈറ്റി സ്റ്റുഡിയോ വഴിയൊക്കെ എങ്ങനെയാണ് യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്യുക എന്നുള്ളത് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് വൈറ്റി സ്റ്റുഡിയോ വഴി എങ്ങനെയാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്കൊരു ചോദ്യം അവിടെ വരാം, ഏതാണ് നല്ലത് എന്നുള്ളത്. യൂട്യൂബ് വഴി പഴയ ഒരു ഇതാണ്, പുതിയത് വന്നതാണ് വൈറ്റി സ്റ്റുഡിയോ വഴി എന്നുള്ള ചെറിയൊരു ഡിഫറൻറ്റ് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഏതാണോ നല്ലത് അത് ചെയ്യാൻ പറ്റും. വൈറ്റി സ്റ്റുഡിയോ വഴി ചെയ്യുമ്പോഴുള്ള ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഒരുപക്ഷെ നിങ്ങൾക്ക് ഒറ്റ ട്രിപ്പിൽ എല്ലാ കാര്യങ്ങളും തീർക്കാം, എല്ലാ ഓപ്ഷനുകളും ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങൾ അത് നിർത്തി എല്ലാ ഓപ്ഷനുകളും കൊടുത്ത് അൺലിസ്റ്റഡ് ആക്കിയതിന് ശേഷം പിന്നീട് ഒരു പ്രാവശ്യം കൂടെ ചെക്ക് ചെയ്തിട്ട് വീണ്ടും പിന്നീട് വേണം ഇത് പബ്ലിക് ചെയ്യാൻ എന്നാണ് എൻ്റെ ഒരു അപേക്ഷ. കാരണം നമ്മൾ എങ്ങനെ നോക്കിയാലും ചിലപ്പോൾ പല ഓപ്ഷനുകൾ, ഒരുപാട് ഓപ്ഷനുകൾ ഉള്ള സ്ഥിതിക്ക് ഓരോ ഓപ്ഷനെങ്കിലും നമ്മൾ മിസ്സാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ 2 വേയും നിങ്ങൾക്ക് ഉപയോഗിക്കാം, രണ്ടും നല്ലതാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ വൈറ്റി സ്റ്റുഡിയോ വഴി എങ്ങനെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാം എന്നുള്ളതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ആ വീഡിയോസ് ഞാൻ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള രൂപം ഞാൻ ഇട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എൻ്റെ ഒരു ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് എങ്ങനെയാണ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതിൻ്റെ പൂർണ്ണ രൂപം കറക്റ്റായിട്ട് വൈറ്റി സ്റ്റുഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വ്യക്തമായിട്ട് ഓരോന്നായിട്ട് നിങ്ങൾ കാണുക, എങ്ങനെയാണ് ഓരോരോ ഓപ്ഷനുകളും ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾ പഠിക്കുക. ഞാൻ ഈ പറയുന്നതെല്ലാം യൂട്യൂബിൻ്റെ റൂൾസുകൾ മാത്രമാണ്. യൂട്യൂബിൻ്റെ റൂൾസുകൾ മാത്രമേ ഞാൻ എൻ്റെ ചാനലിൽ പറയാറുള്ളൂ. എൻ്റെ അനുഭവങ്ങൾ, അല്ലെങ്കിൽ എനിക്കുണ്ടായ അനുഭവങ്ങൾ, എൻ്റെ പഴയ ചാനലിന്റെ അനുഭവങ്ങൾ അങ്ങനെ ഒന്നില്ല. യൂട്യൂബ് റൂൾസ് അത് മാത്രം ഫോളോ ചെയ്തുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് എന്ത് കാര്യങ്ങളും പറയുകയാണെങ്കിൽ പറയാറുള്ളൂ. അല്ലാതെ ഞാനൊരു കാര്യം പറഞ്ഞിട്ട് ഇത് എൻ്റെ അനുഭവമാണ്, എനിക്കങ്ങനെ സംഭവിച്ചു, മറ്റുള്ളവർക്ക് സംഭവിക്കുമോ എന്നറിയില്ല, അങ്ങനെയൊന്നും ഞാൻ നിങ്ങളോട് ഒരിക്കലും ഒരു ഉദാഹരണങ്ങൾ ഞാൻ പറയാറില്ല. എൻ്റെ എല്ലാ റൂൾസുകളും യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള യൂട്യൂബിന്റെ റൂൾസിൽപ്പെട്ട റൂൾസുകൾ മാത്രമേ ഞാൻ സംസാരിക്കാറുള്ളൂ. ഔട്ട് ഓഫ് സിലബസ് ആണെങ്കിൽ ഞാൻ വ്യക്തമായിട്ട് പറയും ഇങ്ങനെ ഒരു സംഭവം ആധികാരികമായിട്ട് ഇല്ല എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സംഭവം ഇപ്പോൾ ഈ അപ്ലോഡിങ് ചെയ്യുന്നതും അതേപോലെ തന്നെ പക്ക യൂട്യൂബ് റൂൾസ് പ്രകാരമുള്ള ഒരു അപ്ലോഡിംഗ് ആണ് 2025 വന്ന മാറ്റങ്ങളോട് കൂടിയിട്ടുള്ളത്. ക്ഷമയുള്ളവർ വീഡിയോസ് മുഴുവനായിട്ട് കാണുക. അറിയാത്തവരും ഒരുപാട് ആൾക്കാരിൽ എന്ന് വെച്ചാൽ 70% ആൾക്കാർക്കും ഞാൻ ഈ പറയുന്ന വീഡിയോസ് വ്യക്തമായിട്ട് ഒരു പ്രാവശ്യം കണ്ടാൽ മനസ്സിലാവും, അല്ലെങ്കിൽ അറിയുന്നവരായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടിയുള്ള, തുടക്കക്കാർക്ക് വേണ്ടിയുള്ള മാത്രമുള്ള വീഡിയോസുകളായിരിക്കാം എൻ്റെ പല വീഡിയോസുകളും എന്ന് പറയുന്നത്. അത്രക്കാർ കുറച്ച് ക്ഷമ കാണിക്കുക എന്നുള്ളതാണ്. ഇത് എനിക്ക് വേണമെങ്കിൽ 2 മിനിറ്റിൽ കട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും. ടക്ക് 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 എന്ന് കട്ടിങ് ഒന്നൊരു വലിയ വിഷയമുള്ള കാര്യമേ അല്ല. പക്ഷെ അത്തരത്തിൽ ഞാൻ കട്ട് ചെയ്ത് കാണിച്ചാൽ നിങ്ങൾക്ക് എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് വളരെ സ്ലോ ആയി എല്ലാവർക്കും, ഞാൻ സാധാരണക്കാർക്ക് എന്ന് എടുത്തു പറയുന്നില്ല, എല്ലാവർക്കും, അതായത് യൂട്യൂബിൽ ഉള്ള എല്ലാവർക്കും ഒരുപോലെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു രൂപത്തിലാണ് ഈ വീഡിയോസ് ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് വീഡിയോസിലേക്ക് പോകാം. വീഡിയോസ് നിങ്ങൾ ആദ്യം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വിധവും രണ്ടാമത്തെ ഘട്ടത്തിൽ എൻ്റെ ഒരു വീഡിയോസ് തന്നെ ഓപ്പൺ ചെയ്ത് ഓരോന്ന് ഇങ്ങനെയാണ് എന്നുള്ളതും വ്യക്തമായിട്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഇതാണ് 2025 മാറ്റങ്ങളോട് കൂടി വന്ന ചില സെറ്റിംഗ്സുകൾ എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് നേരെ വീഡിയോസിലേക്ക് പോകാം. നിങ്ങൾ വൈറ്റി സ്റ്റുഡിയോ ആദ്യം ഓപ്പൺ ചെയ്യുമ്പോൾ ഏറ്റവും മുകളിലായിട്ട് ഒരു പ്ലസ് ബട്ടൺ കാണാം നിങ്ങൾക്ക്. ആ പ്ലസ് ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഗാലറിയിലേക്ക് പോകും. ആവശ്യമുള്ള വീഡിയോയുടെ മുകളിൽ ഞെക്കി കഴിഞ്ഞാൽ അത് ഇങ്ങനെ കാണാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ക്യാപ്ഷൻ കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മളൊരു ക്യാപ്ഷൻ എഴുതുക ആദ്യം ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഞാനൊരു ക്യാപ്ഷൻ എഴുതുകയാണ്. അവിടെ നമുക്കും ഉണ്ടാക്കാം തമ്പുനെയിൽ എന്ന് പറഞ്ഞുകൊണ്ടൊരു ക്യാപ്ഷൻ ഞാൻ വെറുതെ എഴുതിയിടുകയാണ്. എന്തെങ്കിലും എഴുതണ്ടേ എന്ന് കരുതിയിട്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള തമ്പുനെയിൽ എന്താണോ, അല്ലെങ്കിൽ ക്യാപ്ഷൻ എന്താണോ അത് എഴുതിയിടുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ക്യാപ്ഷൻ ഉണ്ടാക്കി.
എന്നിട്ട് അത് അതിന്റെ അടിയിൽ നമുക്ക് കാണുന്നില്ലേ, ഒരുപാട് ഓപ്ഷനുകൾ കാണുന്നുണ്ട്. അവിടെ നമ്മൾ സെലക്ട് ഏത് ഓഡിയൻസ് ആണെന്നുള്ളത്, നോ ഇറ്റ് ഈസ് മെയ്ഡ് ഫോർ കിഡ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ ഞാൻ തിരഞ്ഞെടുത്തു. അതിനുശേഷം ഞാൻ ഡിസ്ക്രിപ്ഷൻ എന്നുള്ളൊരു ഓപ്പൺ ചെയ്യുകയാണ്. ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും നമ്മൾ എന്തെങ്കിലും ഒന്ന് എഴുതണം. ഓക്കെ, ഞാൻ വെറുതെ എല്ലാവരും എൻ്റെ വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം, സബ് ചെയ്യണം എന്ന് വെറുതെ എഴുതി. അതിൻ്റെ അടിയിലാണ് ഹാഷ്ടാഗുകൾ ഇടേണ്ടത്. ശ്രദ്ധിക്കുക, ഹാഷ്ടാഗുകൾ ഇടുന്ന സമയത്ത് ഓരോന്നോരോന്നോയി അടിയിലായിട്ട് ഇടണം. അല്ലാതെ നിരന്നുകൊണ്ട് ഹാഷ്ടാഗുകൾ ഇടരുത്. ഇതേപോലെ അടിയിലായിട്ട് ഹാഷ്ടാഗ് ഇടാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ നിങ്ങളുടെ വീഡിയോക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഹാഷ്ടാഗുകളാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് കേട്ടോ. ഞാനിവിടെ എൻ്റെ വീഡിയോക്ക് ആവശ്യമായിട്ടുള്ള ഹാഷ്ടാഗുകളാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഇവിടെ ഹാഷ്ടാഗ് ഇട്ടു. ഇനി ഏതാണ് അടുത്ത ഓപ്ഷൻ അല്ലെങ്കിൽ അടുത്ത ഇതെന്താണെന്നുള്ളത്. അപ്പോൾ നമ്മളത് പെയ്ഡ് ആണോ അല്ലയോ എന്നുള്ളതാണ് നമ്മൾ അടുത്തത്. അപ്പോൾ നമ്മളത് ആ പെയ്ഡ് അല്ല എന്നുള്ളത് കൊടുത്തു. ഓക്കെ, അത് കഴിഞ്ഞാൽ കമന്റ് ബോക്സ് നമ്മൾ ഓൺ ചെയ്ത് വെക്കണം, മറക്കരുത്. പിന്നെ ഷോ ലൈക്ക് എന്നൊരു ബട്ടൺ കാണാം, അതും ഓൺ ചെയ്ത് വെക്കണം. ഓക്കെ, ഇനി ഏറ്റവും അടുത്തതായിട്ട് നമുക്കവിടെ എന്ത് ഓപ്ഷൻ ആണോ ഉള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി അടുത്തത് നമ്മുടെ കാറ്റഗറീസ് തിരഞ്ഞെടുക്കാനാണ് പറയുന്നത്. അപ്പോൾ ഞാനൊരു പീപ്പിൾ ആൻഡ് ബ്ലോഗ്സ് എന്നുള്ള കാറ്റഗറി തിരഞ്ഞെടുത്തു. അതിനുശേഷം അൾട്ടേർഡ് കണ്ടന്റ് ആണോ അല്ലയോ എന്നൊരു ഓപ്ഷൻ ചോദിക്കുന്നുണ്ട്. അവിടെ നോ എന്ന് ഞാൻ കൊടുത്തു. 99% ആൾക്കാരുടെ നോ തന്നെ ആയിരിക്കാം. ഓക്കെ, ഇനി ഹലോ എൻബഡി എന്നുള്ള ബട്ടൺ ഓൺ ആണോ ഓഫ് ആണോ? അത് ഓൺ ആണ്. ഇനി അത് ഓഫ് ചെയ്തു. ഓക്കെ, ഹലോ എൻബഡി ഓഫ് ആയിട്ടാണ് ഇരിക്കേണ്ടത്, ഓഫ് ചെയ്തു. ഓക്കെ, ഇനി ഞാനിങ്ങനെ നോക്കണേ ടാഗ് ലൈൻസുകൾ, അതായത് കീവേഡ്സുകൾ കൊടുക്കണം നമ്മൾ. അപ്പം ഞാൻ ഓരോരോ കീവേഡ്സുകൾ ഇങ്ങനെ കൊടുത്തു പോവുകയാണ്. അത് എന്തെങ്കിലും എഴുതാം, നമുക്ക് വീഡിയോക്ക് അനുസരിച്ച് എന്തും എഴുതാം. ഇപ്പോൾ ഹൗ ടു മേക്ക് ബിരിയാണി മലയാളത്തിലും എഴുതാം, എങ്ങനെ ബിരിയാണി ഉണ്ടാക്കാം, എങ്ങനെ അതുണ്ടാക്കാം, എങ്ങനെ ഇതുണ്ടാക്കാം, അങ്ങനെ ഓരോ നമ്മുടെ ചാനലിൻ്റെ പേര് കൊടുക്കാം, പ്ലസ് അതിൻ്റെ കൂടെ വർഷം കൂട്ടി എഴുതാം. അങ്ങനെ നമ്മൾ ഓരോരോ കീവേഡ്സുകൾ ഇങ്ങനെ കൊടുത്തു പോയി. നിങ്ങൾക്ക് അറിയാൻ വേണ്ടി വ്യക്തമായിട്ട് ഞാൻ ഇത് തന്നെ YT സ്റ്റുഡിയോയിലേക്ക് പോയിട്ട് അവിടെ എന്താണ് കൊടുക്കുന്നുള്ളത് വ്യക്തമായിട്ട് ഞാൻ എൻ്റെ ഒരു ചെയ്ത വീഡിയോസ് തന്നെ ഓപ്പൺ ചെയ്ത് അതിലെന്താണ് കൊടുത്തത് എന്നുള്ളത് ഇത് കഴിഞ്ഞ പാട് കാണിച്ചു തരാം. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ നോർമൽ YT സ്റ്റുഡിയോയിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുകയാണ്. ഈ അപ്ലോഡ് ചെയ്തിട്ട് ഇനി അപ്ലോഡ് ചെയ്തതിന് ശേഷം വീണ്ടും YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് ഞാൻ ബാക്കിയുള്ളതും കൂടെ കാണിച്ചു തരാം. ഓക്കെ, ഇത് ഒരുമിച്ച് വേണമെങ്കിൽ ഒരുമിച്ച് നമുക്ക് ചെയ്യാം, പക്ഷെ ഞാൻ അങ്ങനെയല്ല ചെയ്യാറ്. ആദ്യം ഇത് ചെയ്ത് വെച്ചതിന് ശേഷം ഒന്ന് ആലോചിച്ച് പിന്നീട് കാര്യങ്ങളൊക്കെ ചെയ്യും. ഇപ്പോൾ അലോ എൻബഡി നമ്മൾ ഓഫ് ആണെന്ന് ഒന്നുകൂടെ ഞാൻ നോക്കി, അതെല്ലാം ഓഫാണ്, അലോ എൻബഡി ഓഫാണ്. ഇത്രയേ ഉള്ളൂ. ഇനി ആ അപ്ലോഡ് എന്ന് കാണുന്ന ആ ഒരു ബട്ടൺ കാണുന്നില്ലേ, അവിടെ ഞെക്കിക്കഴിഞ്ഞാൽ വീഡിയോ അപ്ലോഡായി. ഇനി ഞാൻ വീണ്ടും YT സ്റ്റുഡിയോയിലേക്ക് പോകണം. ഇവിടെ ഞാൻ ഓൾറെഡി ചെയ്തു വെച്ചൊരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാണ്. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോസ് ഇതേപോലെ തന്നെയാണ് വന്ന് കിടക്കൽ കേട്ടോ. അപ്പോൾ അവിടെ തമ്പനെയിൽ നമ്മൾ സെറ്റ് ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ തമ്പനെയിൽ എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്നുള്ള അവിടെ ഒരു പേനയുടെ ചിഹ്നം കാണാം. ഇങ്ങനെ തുറക്കുമ്പോൾ ഒരു പേനയുടെ ചിഹ്നം കാണുമ്പോൾ അടിയിൽ ചേഞ്ച് എന്ന് കാണുന്നില്ലേ, അവിടെ ബ്ലാക്കിൻ്റെ അവിടെ ജസ്റ്റ് ഒന്ന് ഞെക്കിക്കഴിഞ്ഞാൽ ഇതേപോലെ നമ്മൾ തമ്പനയിൽ ഉണ്ടാക്കിയ സ്ഥലം ഏറ്റവും മുകളിലായിട്ട് റൈറ്റ് ഭാഗത്തായിട്ട് തമ്പനയിൽ ഡിസൈൻ ഉണ്ടാവും. അവിടെ ഞാൻ ചെയ്തു വെച്ച ഒരു തമ്പനയിലിൻ്റെ മുകളിൽ ഞെക്കിയപ്പോഴാണ് ഇങ്ങനെ വരുന്നത്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. തമ്പനയിൽ സെറ്റ് ചെയ്യൽ എങ്ങനെയാണ്, അല്ലാതെ തന്നെ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു 3 തമ്പനയിൽ വേറെ കിടക്കുന്നുണ്ടാവും. ഇനി ഞാൻ ആദ്യം ക്യാപ്ഷൻ എഴുതാൻ പറഞ്ഞിരുന്നു, അത് നമ്മൾ എഴുതി വെച്ചതാണ്. പക്ഷെ ഇവിടെ ഞാൻ കുറച്ചും കൂടി വൃത്തിയായിട്ട് ക്യാപ്ഷൻ എഴുതിയിട്ടുണ്ട്, ടൈറ്റിൽ എഴുതിയിട്ടുണ്ട്. കണ്ടില്ലേ, തമ്പനയിൽ ഉണ്ടാക്കാൻ ഇത്രയും ഈസിയായി ആരും പറയില്ല. വളരെ ലളിതമായ രീതിയിൽ നിങ്ങൾക്കും പഠിക്കാം. അതാണ് എൻ്റെ തമ്പനയിൽ. അത് കഴിഞ്ഞ് ഡിസ്ക്രിപ്ഷനിലേക്ക് വരുന്നു. ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രിപ്ഷൻ എഴുതിയിട്ടുണ്ട്. വളരെ ആകർഷകമായ രീതിയിൽ ബാക്ക്ഗ്രൗണ്ടോട് കൂടിയുള്ള തമ്പനയിൽ ഉണ്ടാക്കാൻ വളരെ ഈസിയാണെന്നൊക്കെ പറഞ്ഞ് വളരെ നല്ല വൃത്തിയായിട്ട് ഞാനത് എഴുതിയിട്ടുണ്ട്. സ്നേഹപൂർവ്വം ഷറഫ് AVS യൂട്യൂബ് ടിപ്സ് എന്ന് എഴുതിയിട്ടുണ്ട്, ഞാൻ യൂട്യൂബ് സൊല്യൂഷൻ എന്ന് എഴുതിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ വീണ്ടും അടിയിലേക്ക് വരുന്നു. അടിയിലേക്ക് വന്നിട്ട് ഹാഷ്ടാഗുകൾ കണ്ടില്ലേ, എനിക്ക് ആവശ്യമായിട്ടുള്ള ഹാഷ്ടാഗുകൾ ലൈൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അവിടെ നമ്മൾ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇനി നമ്മൾ അടുത്തൊരു ഓപ്ഷൻ എന്താണ് എടുക്കേണ്ടതെന്ന് നോക്കി. അൺലിസ്റ്റഡ് ആണോ വീഡിയോ എന്നുള്ള പ്രത്യേകം ശ്രദ്ധിക്കുക. അൺലിസ്റ്റഡ് ആക്കി വെക്കണം. എല്ലാ വീഡിയോസും കഴിഞ്ഞ അവസാനമാണ്. ഈ അൺലിസ്റ്റഡിൻ്റെ അവിടെ ഞാനൊരു വേറൊരു ഓപ്ഷൻ കാണിച്ചു തന്നെ, ഷെഡ്യൂൾ എന്ന് പറഞ്ഞിട്ട്.
ആ ഷെഡ്യൂൾ എന്ന് പറയുന്നത് നമുക്ക് വീഡിയോ നാളെയോ മറ്റന്നാളോ ഒരു മാസം കഴിഞ്ഞൊക്കെ നമുക്ക് ചെയ്യാനുള്ളതാണ്. അതിൻ്റെ അടിയിൽ ഇതാ 14 ജാനുവരി 2015 12 AM എന്ന് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ടാവും. അത് നമുക്ക് ഏത് സമയം കൊടുക്കും. അപ്പോൾ അതിന് വേണ്ടി അവിടെ ഞെക്കിക്കഴിഞ്ഞാൽ ഇതേപോലെ കലണ്ടർ കാണിക്കും. ആ കലണ്ടറിൽ ഏത് ഡേറ്റ് ആണോ വേണ്ടത് ആ ഡേറ്റിൽ നമ്മൾ ഫിക്സ് ചെയ്താൽ ഇത് ഇങ്ങനെ കാണാൻ പറ്റും. ഇത് ആ സമയമാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അങ്ങനെ ചെയ്ത് പബ്ലിക് ആക്കിയിടാം. ഓട്ടോമാറ്റിക്കലി അത് അങ്ങോട്ട് പബ്ലിക് ആകും. ഓക്കെ, അപ്പോൾ ഞാൻ വീണ്ടും അത് ഒഴിവാക്കി വീണ്ടും നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് വീണ്ടും അൺലിസ്റ്റഡ് എന്ന് തന്നെ ആക്കി വെച്ചു. നോ ഇറ്റ് ഈസ് മെയ്ഡ് ഫോർ കിഡ്സ് എന്നതാണ് ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് തന്നെ വീണ്ടും നമ്മൾ കൊടുക്കുന്നു. ഇതൊക്കെ നമ്മൾ ഓൾറെഡി അപ്പുറത്ത് കൊടുത്തതാണ് എങ്കിലും നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഇതാണ് ഓരോരോ ഓപ്ഷൻ എന്നതാണ് 2025 വന്ന ചെറിയൊരു മാറ്റങ്ങളാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അടുത്ത ഓപ്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് അൾട്ടേർഡ് കണ്ടന്റ് ആണോ എന്നുള്ളത്. അത് നോ എന്ന് കൊടുക്കുക. അതായത് നമ്മൾ ഫേക്കായിട്ട് ചെയ്യുന്ന ഓരോ അൾട്ടേർഡ് കണ്ടന്റ് എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് ഞാൻ വീഡിയോസ് പറഞ്ഞിട്ടുണ്ട്. പലരും പല അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഞാനത് വ്യക്തമായിട്ട് എൻ്റെ വീഡിയോസിൽ 2-3 സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. 99% ആൾക്കാരും അൾട്ടേർഡ് കണ്ടന്റ് യൂസ് ചെയ്യാറില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ യൂസ് ചെയ്തിട്ടില്ല എന്നുള്ളത് നോ എന്നുള്ളത് കറക്റ്റായിട്ട് നമ്മൾ കൊടുക്കും. കാരണം നിങ്ങൾ പല സ്ഥലത്തു നിന്നും കേട്ട അൾട്ടേർഡ് കണ്ടന്റ് ഡെഫിനിഷൻ ഒരു പക്ഷേ വേറെ ആയിരിക്കാം. അതിന് എസ് കൊടുക്കണം, ഇതിന് എസ് കൊടുക്കണം എന്നുള്ളത്. അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു കുക്കിംഗ് വീഡിയോസോ അതോ ഇതൊന്നും ചെയ്യുന്നവർക്ക് അതിൻ്റെ ആവശ്യമില്ല. എല്ലാവരും നോ കൊടുത്ത് പോവുക എന്നുള്ളതാണ്. ഇനി കീവേഡ്സ് ടാഗ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ ഞെക്കുമ്പോൾ അവിടെ കീവേഡ്സും കാര്യങ്ങളൊക്കെ കാണാം. ബാക്കിയുള്ളത് ഓരോന്നോരോന്നായി കാണാം. അപ്പോൾ നമുക്ക് ഏറ്റവും അടിയിൽ നിന്ന് തുടങ്ങാം. ഓക്കെ, നമ്മൾ അലോ വീഡിയോ ആൻഡ് ഓഡിയോ റീമിക്സ് എന്നുള്ളത് അവിടെ ഉണ്ട്. അത് നമ്മൾ മുകളിലുള്ളത് തന്നെ കൊടുക്കണം. പലരും അതും പല അഭിപ്രായങ്ങളും നിങ്ങൾ ഡോണ്ട് അലോ റീമിക്സ് എന്നുള്ളത് കൊടുക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. പലരും പറയുന്നുണ്ട്. അത് ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ വീഡിയോ സഹിതം വേണമെങ്കിൽ ഞാൻ പറഞ്ഞു തരണ്ട്. അത് അങ്ങനെയല്ല, അത് മുകളിലുള്ളത് തന്നെ കൊടുക്കുക. കാരണം അതുകൊണ്ട് പല ബെനിഫിറ്റ് ഉണ്ട്. വ്യക്തമായിട്ടുള്ള വീഡിയോസ് എൻ്റെ അടുത്ത വീഡിയോസ് ഞാൻ പറയാം. അതുകൊണ്ട് അലോ അത് തന്നെ കൊടുക്കുക എല്ലാവരും എന്നുള്ളതാണ് കേട്ടോ, മറക്കരുത്. അത് തന്നെയാണ് കൊടുക്കേണ്ടത് 100%. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അടുത്ത ഓപ്ഷൻ നമ്മൾ ഏതെടുത്ത് നോക്കണം. ഇവിടെ ഷോ ഹൗ മെനി ലൈക്സ് ആൻഡ് വീഡിയോ എന്ന് എഴുതിയിട്ടുണ്ട്. നമ്മുടെ വീഡിയോസിൽ ലൈക്കൊക്കെ അതൊക്കെ നമ്മൾ മറ്റേതിൻ്റെ അവിടെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഞാൻ ഓൺ ചെയ്ത് വെച്ചു. അതുപോലെ കമൻറ്റ് ബോക്സ് ഓൺ ചെയ്ത് വെക്കുന്നുണ്ട് ഇവിടെ. ഓക്കെ, ഇത് ഞാൻ 2 ടൈപ്പിൽ നിങ്ങൾക്ക് കാണിച്ചു തരാണ്. ഒന്ന് അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന്, ഒന്ന് ഓൾറെഡി ഞാൻ ചെയ്തു വെച്ചതും 2025 ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അടുത്തത് കാറ്റഗറിയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ഏത് കാറ്റഗറിയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളത് പീപ്പിൾ ആൻഡ് ബ്ലോഗ്സ് എന്നുള്ള കാറ്റഗറിയാണ് ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അത് നമുക്ക് എന്തും കൊടുക്കാം. നമ്മുടെ വീഡിയോസിന് അനുപാതമായിട്ട് എന്താണോ നമുക്ക് എൻ്റർടൈൻമെൻ്റ് ആണെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഇപ്പോൾ ടെക് വീഡിയോസ് ചെയ്യുന്നവർക്ക് ഒരു പക്ഷേ പീപ്പിൾ ആൻഡ് ബ്ലോഗ്സ് കൊടുക്കാം. വേണമെങ്കിൽ അവർക്ക് ഈ എഡ്യൂക്കേഷൻ കൊടുക്കാം. അതല്ല, ഇനി അവർ എൻ്റർടൈൻമെൻറ്റ് എന്ന് കൊടുത്താലും നോ പ്രോബ്ലം. ഇനി പെയ്ഡ് പ്രൊമോഷൻ ലേബൽ എന്ന് എഴുതിയിട്ടൊരു ഓപ്ഷൻ കാണാം നിങ്ങൾക്ക്. അത് നിങ്ങൾക്ക് ഇത് പെയ്ഡ് അവർക്കാണോ എന്നുള്ളതാണ്. അല്ല എന്നുള്ളത് കൊടുക്കുക. നോ എന്നാണ് അവിടെ ഓപ്ഷൻ കൊടുക്കേണ്ടത്. നോ എന്ന് തന്നെയാണ് ഓപ്ഷൻ കൊടുക്കേണ്ടത് കേട്ടോ. അപ്പം അത് ഇങ്ങനെയുള്ള 2-3 ഇപ്പോൾ അൾട്ടേർഡ് കണ്ടന്റ് പെയ്ഡ് ഒക്കെയാണ് പുതുതായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി ടാഗ് ലൈൻസുകൾ ഞാൻ നിരത്തി കൊടുത്തത് കണ്ടിട്ടില്ലേ? നിങ്ങൾ കാണുന്നില്ല ഇങ്ങനെ ടാഗ് ഷറഫ് ABS യൂട്യൂബ് സൊല്യൂഷൻ, ഹൗ ടു മേക്ക് ഈസി തമ്പനൈൽ മേക്കിംഗ് വീഡിയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അടിയിലായിട്ട് 5000 വേർഡ്സ് നമുക്ക് ഉപയോഗിക്കാം. അത് ഞാൻ കറക്റ്റായിട്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാറുണ്ട്. നിങ്ങളും അത് ഇതേപോലെ ഉപയോഗിക്കുക. എന്നിട്ട് നമ്മൾ വീഡിയോസൊക്കെ വീണ്ടും നോക്കുകയാണ്. ഇത് എന്താണെന്നുള്ള അൺലിസ്റ്റഡ് ആണ്. ഇപ്പം എല്ലാം ഒരുവിധം എല്ലാം ഓക്കെ ആയി. ഈ ഓക്കെ ആയി കഴിഞ്ഞാൽ ഇനി നമ്മുടെ ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇത് എല്ലാം ഓക്കെ ആയി എന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും മുകളിൽ കാണുന്ന ആ സേവ് എന്നുള്ള ബട്ടൺ ഞെക്കുന്നതോട് കൂടിയിട്ട് നമ്മുടെ വീഡിയോസ് പബ്ലിക് ആവും. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഞാൻ ഒരിക്കൽ കൂടി എല്ലാം നോക്കി, കാറ്റഗറീസ് ഒക്കെ ഒന്നുകൂടെ നോക്കി, പീപ്പിൾ ആൻഡ് ബ്ലോഗ് ആണോ എന്നുള്ളതൊക്കെ ഞാൻ എല്ലാം ഓക്കെ ആണെന്ന് കരുതി കഴിഞ്ഞാൽ മാത്രമേ ആ അൺലിസ്റ്റഡ് എന്നുള്ള ബട്ടൺ ഞാൻ മുകളിലേക്ക് നോക്കി പബ്ലിക് എന്നുള്ള അവിടെ ഞെക്കുകയാണ് ഞാൻ. ഓക്കെ, ഈ പബ്ലിക് നെക്കി സേവ് നെക്കുന്നതോട് കൂടിയിട്ട് നമ്മുടെ വീഡിയോ പബ്ലിഷായി. ഓക്കെ.
പ്രിയ പ്രേക്ഷകരെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ഒരു വീഡിയോസ് അപ്ലോഡിങ് ചെയ്യുക എന്നുള്ളത്. 1-2 പ്രാവശ്യം നിങ്ങൾ ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പുതിയ മാറ്റങ്ങളോട് കൂടിയിട്ടുള്ള ഇതൊക്കെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് അറിയാൻ പറ്റും. നിങ്ങൾ ഒരുവിധം നമ്മുടെ വീഡിയോസ് നന്നാവുക എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മുടെ ഒരു സംഭവം എന്ന് പറയുന്നത്. അതിനുശേഷം നിങ്ങൾ ഓരോ ഓപ്ഷനുകളും ഒഴിവാക്കാതെ, കാരണം ഒരു വിധേനയും നമ്മുടെ വീഡിയോസ് ഡൗൺ ആവരുത് എന്നുണ്ടെങ്കിൽ ഈ ഓപ്ഷനുകളെല്ലാം നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡുകളല്ലേ എല്ലാം. അപ്പൊ എല്ലാ ഓപ്ഷനുകളും ഫില്ല് ചെയ്തതിന് ശേഷം പൂർണ്ണമായി ഉറപ്പുള്ളതിന് ശേഷം മാത്രമേ പബ്ലിക് ബട്ടൺ അമർത്താവൂ, പബ്ലിക് ബട്ടൺ കൊടുക്കാവൂ എന്നുള്ളൊരു അപേക്ഷയുണ്ട്. തമ്പനയിലൊക്കെ വളരെ ഉഷാറാക്കി ചെയ്യാനുള്ള തമ്പനയിലുകളൊക്കെ, ഒരു തമ്പനയിൽ ചെയ്യുന്ന വീഡിയോസ് തന്നെ ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഇനി എന്റെ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ചില ഓപ്ഷനുകൾ, അത് നിങ്ങളാൽ തെറ്റിദ്ധരിക്കപ്പെട്ട് കിടക്കുന്ന ചില ഓപ്ഷനുകൾ. ഈ ഓപ്ഷൻ ഇത് ഞെക്കിയാൽ എന്തോ സംഭവമാണ്, അല്ലെങ്കിൽ ഇത് ഞെക്കാൻ പാടില്ല, ഇത് ഓൺ ചെയ്യണമോ ഓഫ് ചെയ്യണമോ, അത്തരത്തിലുള്ള യൂട്യൂബിലുള്ള ചില ബട്ടണുകൾ, അത് മറ്റുള്ളവരാൽ തെറ്റിദ്ധരിക്കപ്പെട്ട ചില ബട്ടണുകൾ, ഇപ്പോഴും തെറ്റിദ്ധരിച്ചു കൊണ്ടിരിക്കുന്ന ചില ഓപ്ഷനുകളെ കുറിച്ചാണ് എന്റെ അടുത്ത വീഡിയോസ് എന്ന് പറയുന്നത്. മിസ് ചെയ്യാതെ ആ ഒരു വീഡിയോസ് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. അടുത്ത വീഡിയോസ്, പ്രധാനപ്പെട്ട ആ ഒരു അടുത്ത വീഡിയോസ് എല്ലാവരും കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ആ വീഡിയോസിൽ കാണുമ്പോഴേക്കും ഞാൻ വിടവാകുന്നു. ബൈ.